വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ സംസ്ഥാനത്തുടനീളമുള്ള 81 MVD ഓഫീസുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയ്ക്ക് നൽകിയ പേര് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. ഓപ്പറേഷൻ ക്ലീൻ വീൽസ് നടപ്പാക്കിയത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ കോച്ച് വിജയകരമായി പരീക്ഷിച്ചത് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി, ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ കോച്ച് വിജയകരമായി പരീക്ഷിച്ചത്. 2025 സെപ്റ്റംബറിൽ പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ആദ്യ G7 രാജ്യമാണ് ഫ്രാൻസ്. അടുത്ത ചോദ്യം, നംബിയോയുടെ സേഫ്റ്റി ഇൻഡെക്സ് ബൈ കൺട്രി 2025 മിഡ് ഇയർ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം UAE ആണ്. 2025 IMF ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും പിൻവാങ്ങുന്ന ഇന്ത്യൻ വംശജ ഗീത ഗോപിനാഥാണ്. കേരളത്തിലെ റബ്ബർ തോട്ടങ്ങളിൽ വ്യാപകമായ നാശത്തിന് കാരണമാകുന്ന ഹാനികരമായ ഫംഗസുകളെ വഹിക്കുന്ന അധിനിവേശ കീടത്തിൻ്റെ പേര് അംബ്രോസിയ വണ്ട്. അംബ്രോസിയ വണ്ടാണ് കേരളത്തിലെ റബ്ബർ തോട്ടങ്ങളിലെ വ്യാപകമായ നാശത്തിന് കാരണമാകുന്നത്. അടുത്ത ചോദ്യം, സാംസ്കാരിക നയതന്ത്രത്തിൻ്റെ ഭാഗമായും ബുദ്ധമതത്തിന് അശോക ചക്രവർത്തി നൽകിയ സംഭാവനകളെ അംഗീകരിക്കുന്നതിനായും അടുത്തിടെ അശോക സ്തംഭത്തിൻ്റെ പകർപ്പ് സ്ഥാപിച്ചത് ശ്രീ സുബൂതി വിഹാരത്തിലാണ്. ശ്രീലങ്കയിലാണ് ശ്രീ സുബൂതി വിഹാരം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ പ്രൊഫസർ ഉമ കാഞ്ചിലാലാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ. അടുത്ത ചോദ്യം, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന് ജനാധിപത്യ ക്രമവും സ്ഥാപനപരമായ തുടർച്ചയും നിലനിർത്തിക്കൊണ്ട് സ്ഥാനമൊഴിയാൻ വ്യക്തവും ഭരണഘടനാപരവുമായ മാർഗം നൽകുന്ന ആർട്ടിക്കിൾ 67 ക്ലോസ് A ആണ്. അടുത്ത ചോദ്യം, ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റിയുടെ പുതിയ CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സഞ്ജയ് കൗളാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്നവരിൽ 2ാം സ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത്. ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് നിയമന വിലക്ക് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയത് USA ആണ്. VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി അടുത്തിടെ പേര് നൽകപ്പെട്ട സസ്യമാണ് ഇൻപേഷ്യൻസ് അച്യുതാനന്ദനി. കല്ലാർ വനമേഖലയിലെ കാട്ടുകാശിത്തുമ്പയാണ് ഇൻപേഷ്യൻസ് അച്യുതാനന്ദനി. 2025 ഇന്ത്യൻ സേനയിൽ നിന്ന് വിരമിക്കുന്ന യുദ്ധവിമാനമാണ് MiG-21. ചെസ് ലോകകപ്പ് നേടിയ ആദ്യ ഇന്ത്യ വനിതാ താരമാണ് ദിവ്യ ദേശ്മുഖ്. ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെ പരാജയപ്പെടുത്തിയാണ് ദിവ്യ ദേശ്മുഖ് ഈ നേട്ടം കൈവരിച്ചത്. ദിവ്യ ദേശ്മുഖിൻ്റെ നേട്ടങ്ങൾ നമുക്കൊന്ന് നോക്കാം. 2013 ഏഷ്യൻ യൂത്ത് ചെസ് സ്വർണം നേടി. 2019 കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പ് സ്വർണം. 2022 ചെസ് ഒളിമ്പ്യാഡ് വെങ്കലം. 2020 ഓൺലൈൻ ചെസ് ഒളിമ്പ്യാഡ് സ്വർണം. 2023 ഏഷ്യൻ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ്. 2024 തന്നെ ചെസ് ഒളിമ്പ്യാഡ് സ്വർണം ടീമായിട്ടും വ്യക്തിഗത ഇനത്തിലും സ്വർണം നേടിയിട്ടുണ്ട്. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന 4ാമത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ദിവ്യ ദേശ്മുഖ്. ഭൂമിയുടെ കാന്തിക കവചത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യത്തിൻ്റെ പേര് ട്രേസേഴ്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ കാന്തിക കവചത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യമാണ്. 2025 അന്തരിച്ച ബ്രിട്ടനിലെ പ്രശസ്ത ജാസ് താരമാണ് ക്ലിയോ ലെയ്ന് ജാസ് താരമാണ്. 2025 പെൻ ട്രാൻസ്ലേറ്റ്സ് അവാർഡ് നേടിയ ഗീതാഞ്ജലി ശ്രീയുടെ പുസ്തകം വൺസ് എലഫൻസ് ലിവ്ഡ് ഹിയർ എന്ന പുസ്തകം രചിച്ചത് ഗീതാഞ്ജലി ശ്രീയാണ്. 2025 ഇന്ത്യ ഏത് രാജ്യത്തേക്കുള്ള ടൂറിസ്റ്റ് വിസയാണ് പുനരാരംഭിച്ചത്? ചൈനയിലേക്ക്. 5 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ചൈനയിലേക്കുള്ള ടൂറിസ്റ്റ് വിസ പുനരാരംഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോ ടൂറിസം ആരംഭിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ എക്കോ ടൂറിസം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. 2025 മാലിദ്വീപ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ മുഖ്യ അതിഥി നരേന്ദ്രമോദിയാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷിത കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാട്ടിലെ ആനമല കടുവ സങ്കേതത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷിത കേന്ദ്രം നിലവിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ ഡാം ടിബറ്റിൽ നിർമ്മിക്കുന്ന രാജ്യം ചൈനയാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് ഡാം വരുന്നത്. അമേരിക്കയെ ക്രിപ്റ്റോ ആസ്ഥാനമാക്കും എന്ന പ്രഖ്യാപനത്തോടെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച നിയമമാണ് ജീനിയസ് ആക്ട്. ജീനിയസ് ആക്ട് അമേരിക്കയെ ക്രിപ്റ്റോ ആസ്ഥാനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപാണ് 2025 ഒപ്പുവെച്ചത്. 2025 ജൂലൈയിൽ യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ രാജ്യം അമേരിക്ക. സമുദ്ര പ്രചോദ് എന്ന മാലിന്യ നിയന്ത്രണ കപ്പൽ നിർമ്മിച്ചത് ഗോവ ഷിപ്പ്യാർഡാണ്. 2025 ജൂലൈ 23 കപ്പൽ പുറത്തിറക്കിയത്. കാർഗിൽ രക്തസാക്ഷികളെ ആദരിക്കുന്നതിനായി രാജസ്ഥാൻ നിയമസഭ സ്ഥാപിക്കുന്ന ഉദ്യാനമാണ് ശൗര്യവാടിക. ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്. വനിതാ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള താരം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ നാറ്റ് സീവർ ബ്രന്റാണ്. 2-ാം സ്ഥാനത്ത് ഇന്ത്യയുടെ സ്മൃതി മന്ദാന. 2025 ഫൊക്കാന സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയ G.R. ഇന്ദുഗോപൻ എഴുതിയ നോവലാണ് ആനോ. ആനോ എന്ന നോവൽ എഴുതിയതാരാണ്? G.R. ഇന്ദുഗോപൻ. 2025 ഫൊക്കാന സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയ കൃതിയാണ്. ഇനി മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് വർഗീസ് അങ്കമാലി എഴുതിയ പടക്കം. മികച്ച കവിത കാവ്യപ്രകാശം എഴുതിയത് നാലപ്പാടം പത്മനാഭനാണ്. പേ വിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഗോവയാണ്. ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. കുട്ടികൾക്കായി ഇലോൺ മസ്ക് പുറത്തിറക്കുന്ന നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ആപ്ലിക്കേഷനാണ് ബേബി ഗ്രോക്ക്. 2025 അപ്രതീക്ഷിതമായി രാജിവെച്ച ജഗദീപ് ധൻകർ ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ്? 14ാമത്തെ. ഇന്ത്യ പുതിയതായി വ്യാപാര കരാർ ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായാണ്? ബ്രിട്ടനുമായാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മഹാദേവ്. ഇന്ത്യയിലെ ആദ്യ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. 2025 വേൾഡ് സമ്മിറ്റ് ഓൺ ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ ചാമ്പ്യൻസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ മൊബൈൽ ആപ്ലിക്കേഷനാണ് മേരി പഞ്ചായത്ത്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ അജയ് സേത്താണ്. 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ നേത്രചികിത്സ നൽകുന്നതിനായി ഗ്ലോബൽ സ്പെക്സ് 2013 എന്ന ആഗോള സംരംഭം ആരംഭിച്ച സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ജൂലൈ 30 പ്രത്യേകത ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം. ജൂലൈ 30 ആദ്യത്തെ ലോകകപ്പ് ഗോള് ഉറോഗ നേടിയത്. ആദ്യ ലോകകപ്പ് ജേതാക്കൾ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ ഉറോഗയായിരുന്നു കേട്ടോ. അർജൻറ്റീനയെ പരാജയപ്പെടുത്തിയാണ് ഉറോഗയ്ക്ക് കപ്പ് കിട്ടിയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരിച്ചവരെ അടക്കം ചെയ്ത ഭൂമി ഇനി മുതൽ അറിയപ്പെടുന്നത് ജൂലൈ 30 ഹൃദയഭൂമി എന്നറിയപ്പെടും. പുതിയതായി നിയമിതനായ എക്സൈസ് കമ്മീഷണറാണ് MR അജിത് കുമാർ. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്